വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വണ്ടേഴ്സ്. എല്ലാവർക്കും സുഖം എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലാസ്സുമായിട്ടല്ല, കുറച്ച് കാര്യങ്ങൾ പേരൻസിൻ്റെ അടുത്തും അതുപോലെ കുട്ടികളുടെ അടുത്തും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ലോക്ക്ഡൗൺ ആണ്, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, വീണ്ടും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ലോക്ക്ഡൗണിനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൗൺ കാലം എങ്ങനെ നമ്മുടെ കുട്ടികളോടൊപ്പം സന്തോഷകരമായിട്ട് ആഹ്ലാദകരമായിട്ട് ചെലവഴിക്കാമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ലോക്ക്ഡൗൺ ഒന്നുകൂടെ വന്നപ്പോഴേക്കും നമുക്ക് അത് ഭയങ്കര തലവേദനയായത്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ കൂടെ, അതായത് 7 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് അതൊരു ഭയങ്കര ഒരു തലവേദനയാണ്. ഈ 1 വർഷത്തെ വീഡിയോ ക്ലാസ് ആയപ്പോഴേക്കും പേരൻസ് ഞങ്ങൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ തന്നെ പറയാൻ തുടങ്ങി, എൻ്റെ ടീച്ചറെ ഒരു രക്ഷയില്ല, യാതൊരു രക്ഷയില്ല, പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പറയണ അനുസരിക്കുന്നില്ല. ഇതൊക്കെ തന്നെ പേരൻസിന്റെ പരാതി. അപ്പോൾ വീണ്ടും ഒരു ലോക്ക്ഡൗൺ കൂടെ വന്നപ്പോഴോ പിന്നെ പറയാനും ഒന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോടൊപ്പം നാം സമയം ചെലവഴിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഒരു കുഞ്ഞ്, അതായത് 7 വയസ്സിന് താഴേക്കുള്ള കുട്ടികളോടൊപ്പം എങ്ങനെയാണ് നമ്മൾ സമയം ചെലവഴിക്കുക, എങ്ങനെയാണ് അവരുടെ മനസ്സിൽ നമുക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം പറയാനായിട്ട് പോകുന്നത്. അവരോടൊപ്പം നാം സമയം ചെലവഴിക്കണം. എങ്ങനെ ചെലവഴിക്കും? അവരോടൊപ്പം നാം കളിക്കണം. അതിനുള്ള വഴികളാണ്, ഏതൊക്കെ കളികളാണ് കളിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പലതരത്തിലുള്ള രസകരമായ കളികളാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. ഓർക്കുന്നില്ലേ എന്തൊക്കെ കളികളാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്? പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചില നമുക്ക് രസകരമായിട്ട് തോന്നും, എന്നാൽ നമ്മുടെ പിള്ളേരുടെ കൂടെ ഇത് കളിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു നാണക്കേട് പോലെ തോന്നും. പക്ഷെ നാണക്കേട് തോന്നരുത്. കുട്ടികളോടൊപ്പം നമ്മൾ ഈ കളികളൊക്കെ കളിക്കാം. ഒന്നാമത് നമ്മുടെ മണ്ണപ്പം ചുട്ട് കളിക്കുക നമ്മൾ പണ്ട് കളിച്ചിട്ടില്ലേ? ആർക്കെങ്കിലും മടിയുണ്ടോ? എനിക്കൊരു മടിയുമില്ല. അപ്പോൾ അതുപോലെ കുട്ടികളുടെ കൂടെ കുട്ടികളെ വിളിക്കുക, ചിരട്ടയ്ക്കകത്ത് മണ്ണെടുക്കുക, ഇതുപോലെ മണ്ണപ്പം ചുട്ട് കളിക്കുക, കഞ്ഞിക്കറി വെച്ച് കളിക്കുക. പിന്നെ ഉണ്ടായിരുന്ന കളിയുണ്ടല്ലോ, കട, ചിരട്ട ത്രാസൊക്കെ ആയിട്ട് നമ്മൾ റെഡിയാക്കി കട കളിക്കും. അതിനിടയ്ക്ക് ആൾക്കാർ സാധനം വാങ്ങിക്കാൻ വരുന്നതും പോകുന്നതും ഇതൊക്കെ ആയിട്ട് നമ്മൾ കളിക്കാറുണ്ട്. ഇങ്ങനത്തെ പല 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 കളികളുണ്ട്. പിന്നെ ഇപ്പം ചക്ക ഇഷ്ടം പോലെ സുലഭമായ സമയമാണ്, ചക്കയുടെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ ഓർക്കുന്നുണ്ടോ, ഇന്നത്തെ കാലത്ത് കൊച്ചു പിള്ളേർക്ക് വണ്ടി നമ്മൾ മേടിച്ചു കൊടുക്കും. സൈക്കിൾ ചവിട്ടാറാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഇന്ന് ഇതൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഈ സമയത്തെങ്കിലും ചക്ക മടൽ കൊണ്ട് വണ്ടി, 2 ചക്രം ഈർക്കിളിയൊക്കെ ഫിറ്റ് ചെയ്ത് പിന്നെ ഒരു ചരടൊക്കെ പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന വണ്ടി, ഇങ്ങനെ കുറേ കളികളൊക്കെ നമ്മൾ അവരുടെ കൂടെ കളിച്ചിട്ട് നമ്മൾ വന്ന് ഇരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും പഠിച്ചാലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് അവരോട് പറയുമ്പോൾ അവർക്കതൊരു സന്തോഷമാകുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. പിന്നെ വേറെ സാധനമുണ്ട്, മീൻ പിടിക്കുന്ന സാധനം. അതൊക്കെ പിള്ളേർക്ക് അറിയത്തില്ലേ ഈ കാര്യങ്ങളൊന്നുമേ. ചിരട്ടയ്ക്കകത്ത് ചില നാടുകളിൽ തന്നെ കൂരി കുടുക്കയിട്ട് മീൻ പിടിക്കുക എന്ന് പറയും. അത് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല, പലയിടത്തും പല പേരുകളായിരിക്കും പറയുന്നത്. ചിരട്ടയ്ക്കകത്ത് കുറച്ച് 2-3 ചോറിട്ടിട്ട് അതിൻ്റെ പുറം ഇങ്ങനെ ഒരു തുണി വെച്ച് ചെറിയ തുണി വെച്ച് കെട്ടി ഇടയ്ക്ക് ഒരു ഹോളൊക്കെ ഉണ്ടാക്കി നമ്മൾ വെള്ളത്തിൽ കൊണ്ട് താത്തു വെച്ചിട്ട് നമ്മൾ മോറ് നിൽക്കും, സൗണ്ടൊന്നും ഉണ്ടാക്കാതെ. അപ്പോൾ അതിനകത്ത് മീൻ വന്നങ്ങ് കയറുമ്പോൾ നമ്മൾ പിടിക്കും. അതിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഒരു മീനൊന്നും പിടിയോ ഒന്നും ചെയ്യാനില്ല, എന്നാലും അതൊരു കുപ്പിക്കകത്തൊക്കെ ഇട്ട് 1-2 ദിവസം അത് കാണുക, സന്തോഷിക്കുക. വളരെ രസകരമായ ഒരു നിമിഷങ്ങളാണ് ഇതല്ലേ. ഇതൊക്കെ നമ്മൾ പിള്ളേരുടെ കൂടെ കളിക്കാൻ നമ്മൾ ഒട്ടും മടിക്കേണ്ട ആവശ്യമേ ഇല്ല. തോട്ടിലൊക്കെ പോയി മീൻ പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ കണ്ണു വെട്ടിച്ച് പിള്ളേർ നമ്മുടെ സാന്നിധ്യത്തിലല്ലാതെ പോകുന്നുണ്ടോ എന്ന് പിന്നീടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പാള ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചില നാടുകളിൽ ചിലയിടത്ത് കമുകില്ല. കമുകുണ്ടെങ്കിലല്ലേ പാള കിട്ടുള്ളൂ. അങ്ങനെ പാള കിട്ടുന്നവരാണെങ്കിൽ പാളയെ ഈ കുട്ടികളെയൊക്കെ ഇരുത്തി പാളയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവരെ ഇങ്ങനെ വലിക്കണം. വീടിന് ചുറ്റിലുമൊക്കെ വലിക്കുമ്പോൾ അതൊരു രസകരമായിട്ട്. ഇന്നും പണ്ട് എന്നെയൊക്കെ പാളയിൽ വലിച്ച ആ നിമിഷങ്ങൾ ഓർത്ത് ഇന്ന് ഞാൻ അത് അയവിറക്കാറുണ്ട്. പക്ഷെ ഇന്നും ആരെങ്കിലും വലിക്കാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. അപ്പം ഈ പാളയിൽ വലിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് വളരെ രസകരമായ പരിപാടിയാണ്. അതിലിങ്ങനെ പാളയെ വലിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഏത് കാര്യം പിള്ളേർ കേൾക്കും. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു, നമ്മളും കുഞ്ഞുങ്ങളായിട്ടല്ലേ വലുതായത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കളികളൊക്കെ കളിക്കുമ്പോൾ
പവർ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. സുപ്പീരിയോറിറ്റി പവർ അത് അവർക്ക് കൊടുക്കണം. കുറച്ച് സമയം നമ്മൾ അവരുടെ മക്കളായിട്ട് അങ്ങ് അഭിനയിക്കുക. അപ്പോൾ അവരുടെ ഐഡിയാസ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. മിക്കവാറും നമ്മുടെ ഐഡിയാസാണ് നമ്മൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. പക്ഷെ അവരുടെ ഐഡിയാസ്, അവരുടെയൊക്കെ മനസ്സിൽ കുറേയേറെ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെളിയിൽ വരാനായിട്ട് ഈ കളികളിലൂടെയെല്ലാം സാധിക്കും. അപ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മുടെ പിള്ളേർക്ക് ഇത്രയും കഴിവുണ്ടോ, ഇതൊക്കെ എവിടെ ഇരുന്നടാ മക്കളെ ഈ കഴിവുകൾ എന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കുന്നതായ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഈ തരം കളികളൊക്കെ അവരുടെ കൂടെ നമ്മൾ പരമാവധി അങ്ങ് ആസ്വദിക്കുക. അതൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ. പിന്നെ കഞ്ഞി ഇഷ്ടമുള്ള പിള്ളേർ കഞ്ഞി കുടിക്കാൻ നമ്മൾ ഈ എന്താ പറയുക, സ്പൂണ്, ഈ സ്റ്റീലിൻ്റെ സ്പൂണൊക്കെ ഉപയോഗിക്കാതെ പ്ലാവില കോട്ടി, പ്ലാവിൻ്റെ ഇല, പ്ലാവില അത് ഈർക്കിളിയിട്ട് കുത്തി കോട്ടി നമ്മൾ സ്പൂണൊക്കെ ആയിട്ട് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ചിലരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒരു ദിവസം അങ്ങനെ അങ്ങ് ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് പ്ലാവില കോട്ടിയുള്ള സ്പൂൺ കൊണ്ട് എന്താ പറയുക കോരി കഴിക്കുക. പിന്നെ പാള കൊണ്ട് ഇതുപോലെ സ്പൂണൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് കോരി കഴിക്കുക. പിന്നെ ഈ പ്ലാവില ഇങ്ങനെ ഈർക്കിലോണ്ട് കുത്തി 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 രാജാവിൻ്റെ തൊപ്പിയായിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ രാജാവിൻ്റെ ആജ്ഞയും കളിക്കാം, അരവിട്ടെ പടനെ വിട്ടെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനത്തെ കളികളൊക്കെ കളിക്കാം. ഒരു കാര്യം കൂടെ ഉണ്ട്, കൃഷി നമുക്ക് പഠിപ്പിക്കാം. കുഞ്ഞു കുഞ്ഞു വിത്തുകൾ, പയറ് വിത്തൊക്കെ നടുക, പിന്നെ വെണ്ടയുടെ വിത്ത് നടുക, ചെറിയ ചെറിയ എന്താ പറയുക പൂ ഉണ്ടാകുന്ന ചെറിയ റോസാക്കമ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടാനായിട്ട് അവരെ കൂടെ നമ്മുടെ കൂടെ വിളിക്കണം. എങ്കിലേ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും ഒക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇച്ചിരി മണ്ണൊക്കെ പിള്ളേരുടെ കയ്യിൽ പറ്റിക്കോട്ടെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. പ്രകൃതിയോട് ഇണങ്ങി വേണം പിള്ളേർ വളരാൻ. നമ്മൾ മണ്ണ് പറ്റുമ്പോഴേ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് അസുഖം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ പിള്ളേരെ മണ്ണിൽ കളിക്കാൻ വിടുകയല്ല. പിന്നെ ഒരു കാര്യം, മണ്ണിൽ പെട്ടെന്ന് പോയി കളിക്കുമ്പോൾ ചെറിയ അസുഖങ്ങളൊക്കെ വരും. പക്ഷെ പണ്ടൊക്കെ നമ്മൾ മണ്ണിനകത്ത് തോണ്ടിയൊക്കെ ഇല്ലായിരുന്നു, അസുഖമൊന്നും വരികയില്ല. പിന്നെ നമുക്ക് പിള്ളേർക്ക് കളർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാം, പടം വരയ്ക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാം. മുറ്റത്ത് തന്നെ പിള്ളേർ പടം വരച്ച് പഠിക്കും. അവരുടെ കയ്യിലൊരു ചെറിയ കമ്പ് കിട്ടിയാൽ മുറ്റത്ത് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പടം എന്തെങ്കിലും വരച്ചേ, എന്നെ വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അവരെന്തെങ്കിലുമൊക്കെ മുറ്റത്തൊക്കെ തന്നെ മണലിലൊക്കെ പടം. ഇന്ന് പിന്നെ മണലുള്ള വീടുകളൊന്നും ഇല്ലായിരിക്കും, എല്ലാം നല്ല ഒരു തറയോട് പതിപ്പിച്ചതായിരിക്കും. അതൊക്കെ മണലുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. പിന്നെ ഈ കുട്ടികളോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പറയാനായിട്ട് ശ്രമിക്കുക. വാട്ട് ഈസ് ദിസ്, വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ആർ യു ഡൂയിങ്, വെർ ആർ യു ഗോയിങ്, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരോട് ചോദിക്കുക. അപ്പോൾ അവരതിൻ്റെ മറുപടി ഇംഗ്ലീഷിൽ തന്നെ പറയാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അവർക്കറിയില്ലെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വഴികളാണ് ഈ പറയുന്നത്. കുഞ്ഞുങ്ങളെ പാചകവും പഠിപ്പിക്കാം. പാചകമല്ല, നാരങ്ങ വെള്ളം ഉണ്ടാക്കാനേ, ലെമൺ ജ്യൂസ്, നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കാം. നാരങ്ങ മുറിച്ച് കൊടുത്താൽ മതി, അവരത് തയ്യാറാക്കും. പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള കാര്യം പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയാതിരിക്കാൻ ശ്രമിക്കുക. പിള്ളേരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കുട്ടികളോടൊപ്പം ആഹ്ലാദകരമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പിള്ളേരോട് കളിക്കാൻ പോയാലോ? ഓക്കെ മക്കളെ, റെഡിയല്ലേ? എല്ലാ പേരൻസിനും വീഡിയോ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എഴുതി അറിയിക്കണമെന്നും താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.